എല്ലാവർക്കും പി എസ് സി ടോക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയ എസ് സി ആർ ടിയുടെ 7ാം ക്ലാസ്സിൻ്റെ സയൻസിൻ്റെ ഭാഗത്ത് നിന്നും 9ാമത്തെ ചാപ്റ്ററാണ് എടുക്കുന്നത്. പരിസ്ഥിതിയെ നോവിക്കാതെ എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. അത് നമുക്ക് തുടങ്ങാം. നമ്മൾ ആദ്യമായിട്ട് അവിടെ ഒരു ബോക്സാണ് കൊടുത്തിരിക്കുന്നത്. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന രാസവസ്തുക്കളും അതുപോലെ അവർ എന്തൊക്കെയാണ് മനുഷ്യരിൽ ഉണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളും എന്നാണ് ആ ഒരു ബോക്സിൽ പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് കാർബൺ മോണോക്സൈഡ് ഉണ്ടാകുന്നത് ഭാഗിക ജ്വലനത്തിലൂടെയാണ്. പൂർണ്ണമായും ഒരു വസ്തു ജ്വലിച്ചു കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡാണ് അവിടെ ഉണ്ടാകുന്നത്. അമിതമായി പുക വരുന്നത് കാർബൺ മോണോക്സൈഡ് കാരണമാണ്. കുറഞ്ഞ അളവിൽ പോലും ശരീരത്തിലെത്തുമ്പോൾ തലവേദന, ക്ഷീണം, കാഴ്ചമങ്ങൽ, ഓർമ്മക്കുറവ് എന്നീ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. കൂടിയ അളവിൽ കാർബൺ മോണോക്സൈഡ് ശ്വസിക്കുന്നത് മരണത്തിന് വരെ കാരണമാകുന്നു. അപ്പം ആ ഒരു കുറഞ്ഞ അളവിൽ വരെ നമുക്ക് ക്ഷീണവും കാഴ്ചമങ്ങലും തലവേദനയൊക്കെ ഉണ്ടാകുന്നു. അതിന് കാരണം എന്താണ്? രക്തത്തിലെ ഹീമോഗ്ലോബിനാണ് വാതകങ്ങളുടെ സംവഹനം നടത്തുന്നത്. അപ്പം ശരീരത്തിലേക്ക് എത്തുന്ന കാർബൺ മോണോക്സൈഡ് കൂടുതലായിട്ടും ഹീമോഗ്ലോബിൻ സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിനേക്കാളും പ്രതിപത്തി കാർബൺ മോണോക്സൈഡിനോടാണ്. അങ്ങനെ കാർബോക്സി ഹീമോഗ്ലോബിനായിട്ട് മാറുകയും ചെയ്യുന്നു. അപ്പോൾ ആ ഒരു പ്രതിപത്തിയിലുണ്ടാകുന്ന ആ ഒരു വ്യത്യാസം കൊണ്ടാണ് നമുക്ക് വേഗം ക്ഷീണം വരുന്നത്. അടുത്തതായിട്ട് സൾഫർ ഡയോക്സൈഡ് SO2 ഹൃദയ സംബന്ധമായും ശ്വാസകോശ സംബന്ധമായുമുള്ള അസുഖങ്ങൾക്ക് കാരണമാകുന്നു. അടുത്തതായി നൈട്രജൻ ഡയോക്സൈഡ് NO2 ശ്വാസകോശ രോഗങ്ങൾക്ക് കാരണമാകുന്നു. പദാർത്ഥങ്ങളുടെ സൂക്ഷ്മ കണികകൾ അഥവാ പാർട്ടിക്കുലേറ്റ് മാറ്റർ ശ്വസനത്തിലൂടെ ഉള്ളിലെത്തുമ്പോൾ തൊണ്ടയ്ക്കും കണ്ണുകൾക്കും ചൊറിച്ചിൽ, അലർജി, ആസ്മ, ശ്വാസകോശ ക്യാൻസർ എന്നിവയ്ക്ക് കാരണമാകുന്നു. എങ്ങനെയാണ് പാർട്ടിക്കുലേറ്റ് മാറ്റർ ഉണ്ടാവുന്നത്? നമ്മൾ വായുമലിനീകരണം, പൊതുവായിട്ടുള്ള വാഹനങ്ങളിൽ നിന്ന് വരുന്ന പുക, അതുപോലെ അന്തരീക്ഷത്തിലുണ്ടാകുന്ന പൊടിപടലങ്ങൾ, അതൊക്കെയാണ് പാർട്ടിക്കുലേറ്റ് മാറ്ററുകൾ. നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് പൊടി ഇളക്കുന്നു, അന്നേരമൊക്കെ അന്തരീക്ഷത്തിലേക്ക് നമ്മളറിയാതെ ഒരുപാട് ചെറിയ ചെറിയ കണികൾ വരുന്നു. അവയൊക്കെ എന്താണ്? അലർജിയും ആസ്മയൊക്കെയാണ് ഉണ്ടാക്കുന്നത്. ഡയോക്സിനുകൾ എങ്ങനെയാണ്? പ്ലാസ്റ്റിക് കത്തിക്കുമ്പോഴാണ് ഡയോക്സിനുകൾ ഉണ്ടാകുന്നത്. ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. തൈറോയിഡുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ശ്വാസകോശ രോഗങ്ങൾ എന്നിവയ്ക്ക് കാരണമാകുന്നു. അപ്പോൾ ആ ഡയോക്സിൻ്റെ ഒരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ സൾഫർ ഡയോക്സൈഡ് ഹൃദയ സംബന്ധമായും ശ്വാസകോശ സംബന്ധമായുമുള്ള അസുഖങ്ങൾ ഉണ്ടാക്കുന്നു. ബാക്കിയെല്ലാം നമുക്ക് ഒരു ഊഹം വെച്ചിട്ടെങ്കിലും എഴുതാം. പക്ഷേ സൾഫർ ഡയോക്സൈഡിന് ആ ഒരു ഹൃദയ സംബന്ധമായ രോഗമുണ്ടാക്കുന്നതെന്ന് നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. അതുപോലെ ഡയോക്സിൻ തൈറോയിഡുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അടുത്തതായിട്ട് അന്തരീക്ഷ വായുവിലെ ഘടകങ്ങളും അളവുകളും. ഏതൊക്കെ? കുറേ വാതകങ്ങളുണ്ടല്ലേ അന്തരീക്ഷ വായുവിൽ. ഏതൊക്കെ അളവുകളിലാണ് അത് കാണപ്പെടുന്നതെന്ന് നോക്കാം. നൈട്രജനാണ് ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത്. 78% നൈട്രജൻ. അടുത്തതായി ഓക്സിജൻ 21%, 20.92% അങ്ങനെയൊക്കെ പറയാറുണ്ട്, അല്ലെങ്കിൽ 21%. കാർബൺ ഡൈ ഓക്സൈഡ് 0.04%, 0.033234 ഒക്കെ പറയാറുണ്ട്. ഇവിടെ 0.04 ആണ് കൊടുത്തിട്ടുള്ളത്. മറ്റുള്ളവയാണെങ്കിൽ 0.96%. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതലുള്ള വാതകമാണ് നൈട്രജൻ. അന്തരീക്ഷ വായുവിൽ പുകയും വിഷവാതകങ്ങളും മറ്റ് രാസപദാർത്ഥങ്ങളും കലരുമ്പോൾ സംഭവിക്കുന്നതാണ് വായുമലിനീകരണം. അപ്പോൾ വായുമലിനീകരണത്തിൽ വരുന്നത് എന്തൊക്കെയാണ്? വിഷപദാർത്ഥങ്ങളും വിഷവാതകങ്ങളും പുകയും. അപ്പോൾ അതാണ് വായുമലിനീകരണത്തിൻ്റെ ഒരു ഡെഫിനിഷൻ. വായുമലിനീകരണത്തിന് കാരണമാകുന്ന പ്രകൃതി പ്രതിഭാസങ്ങൾ. അപ്പോൾ മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രമല്ല, പ്രകൃതിയിലുണ്ടാകുന്ന സ്വാഭാവിക കാരണങ്ങൾ കൊണ്ടും മലിനീകരണമാകുന്നുണ്ട്. അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ, അതുപോലെ ഭൂകമ്പം, കാട്ടുതീ തുടങ്ങിയവയിലൂടെയൊക്കെ വായുമലിനീകരണം നടക്കുന്നു. വിറക്, മണ്ണെണ്ണ, പാചകവാതകം തുടങ്ങിയ ഇന്ധനങ്ങൾ കത്തുമ്പോൾ ഉണ്ടാകുന്ന രാസവസ്തുക്കൾ കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ്, പദാർത്ഥങ്ങളുടെ സൂക്ഷ്മ കണികകൾ തുടങ്ങിയവ, അതായത് പാർട്ടിക്കുലേറ്റ് മാറ്റർ നമ്മൾ നേരത്തെ പറഞ്ഞ. പാചക ഇന്ധനങ്ങൾ കത്തുന്നത് മൂലം അടുക്കളയിൽ ഉണ്ടാകുന്ന വായു മലിനീകരണം നിയന്ത്രിക്കാൻ സ്വീകരിക്കേണ്ട മാർഗങ്ങൾ. ചിമ്മിനി നിർമ്മിക്കൽ, നമ്മുടെ പുക മേലേക്ക് പോകാൻ വേണ്ടിയിട്ട് ചിമ്മിനി ഉണ്ടാക്കുക. അതുപോലെ മതിയായ വെന്റിലേഷൻ, വായു പുറത്തേക്കും അകത്തേക്കും കടന്നു പോകാൻ വേണ്ടിയിട്ട് വെന്റിലേഷൻ ഉണ്ടാക്കുക. പെട്രോൾ, ഡീസൽ തുടങ്ങിയ ഇന്ധനം ഉപയോഗിച്ച് വാഹനങ്ങളുടെ എൻജിൻ പ്രവർത്തിപ്പിക്കുമ്പോൾ പുറത്തു വരുന്ന വിഷവാതകങ്ങൾ ഏതൊക്കെയാണ്? സൾഫർ ഡയോക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, പദാർത്ഥങ്ങളുടെ സൂക്ഷ്മ കണികകൾ. അപ്പോൾ രണ്ട് സ്ഥലത്തും
പാർട്ടിക്കുലേറ്റ് മാറ്ററുകൾ ഉണ്ടാകുന്നുണ്ട്, അതുപോലെ കാർബൺ മോണോക്സൈഡ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ പെട്രോൾ, ഡീസൽ മുതലായവ കത്തിക്കുമ്പോഴാണ് കൂടുതലായിട്ട് സൾഫർ ഡയോക്സൈഡ് ഉണ്ടാകുന്നതെന്ന് നോട്ട് ചെയ്ത് വെക്കുക. സൾഫർ ഡയോക്സൈഡ് പെട്രോൾ, ഡീസൽ കത്തിക്കുമ്പോഴാണ്. അതുപോലെ ഫാക്ടറികളിലും കൂടുതലായിട്ട് സൾഫർ ഡയോക്സൈഡാണ് പുറത്തു വരുന്നത്. വാഹനങ്ങളുടെ പുകയിൽ ദോഷകരമായ രാസവസ്തുക്കൾ എത്തപ്പെടുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെയാണ്? എൻജിൻ തകരാറിലാകുമ്പോൾ, അതുപോലെ കാലപ്പഴക്കമുണ്ടാകുമ്പോൾ, പിന്നെ ഇന്ധനങ്ങളിലെ മായം, അതായത് പെട്രോളിനും ഡീസലിനുമൊക്കെ ചേർക്കുന്ന മായം, അതിലൂടെയൊക്കെ പുക കൂടുതലായിട്ടും രാസവസ്തുക്കൾ ഉണ്ടാക്കുന്നുണ്ട്. വാഹനങ്ങൾ മൂലമുള്ള മലിനീകരണത്തിന് പരിഹാര മാർഗ്ഗങ്ങൾ. പൊതുവാഹനങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ 1-2 ആൾ പോകുന്നതിന് നമ്മൾ കാറും ബൈക്കും ഒക്കെ എടുത്ത് പോവാതെ പൊതുവാഹനങ്ങൾ, ബസ്സിലൊക്കെ പോകാൻ ശ്രദ്ധിക്കുക. സൈക്കിൾ പോലുള്ള വാഹനങ്ങൾ ഉപയോഗിക്കുക. സൈക്കിള് മലിനീകരണം ഉണ്ടാക്കുന്നില്ല. ഇലക്ട്രിക് വാഹനങ്ങളും അതുപോലെ മലിനീകരണമൊന്നും ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ട് ഇലക്ട്രിക് വാഹനങ്ങളും ഉപയോഗിക്കുക. ഇലക്ട്രിക് വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന നമ്പർ പ്ലേറ്റിൻ്റെ നിറം എന്താണ്? പച്ചയാണ്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ PSC പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. പച്ച നിറത്തിലാണ് ഇലക്ട്രിക് വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റിൻ്റെ നിറം. നമ്മുടെ രാജ്യത്ത് വായു മലിനീകരണം സംഭവിക്കുന്ന രീതികളും അളവുകളും. അപ്പോൾ ഏതൊക്കെ അളവുകളിലാണ്? പൊടിപടലങ്ങൾ, നിർമ്മാണ പ്രവർത്തനങ്ങൾ, ആ ഒരു പ്രവർത്തനത്തിലാണ് കൂടുതലായിട്ടും വായു മലിനീകരണം ഉണ്ടാകുന്നത്. 45%. മാലിന്യങ്ങൾ കത്തിക്കുന്നതിലൂടെ 17%, അതുപോലെ വാഹനങ്ങൾ 14%, ഡീസൽ ജനറേറ്റർ 9%, വ്യവസായങ്ങൾ 8%, ഗാർഹിക പാചകം 7%. അപ്പോൾ ഈ ഒരു ബോക്സിൽ ഇതുവരെ ഇങ്ങനെയൊന്നും ചോദിച്ചിട്ടില്ല, നമുക്ക് വേണമെങ്കിൽ ചോദിക്കാവുന്ന പോയിൻറ്സും ഉണ്ട്. ഭൂമിയുടെ 1/2 ഭാഗമാണ് ജലം. അപ്പോൾ ജലം എത്രയാണ്? 1/2 ഭാഗമാണ്. ഭൂമിയിൽ ജലം കാണപ്പെടുന്ന രൂപങ്ങൾ: മഞ്ഞുപാളികൾ, ഹിമാനികൾ, നീരാവി, ഭൂഗർഭജലം. മഞ്ഞുപാളികളും ഹിമാനികളും ആർട്ടിക്, അന്റാർട്ടിക് പ്രദേശങ്ങളിലും അതുപോലെ ഹിമാലയത്തിലുമൊക്കെ കൂടുതലായി കാണപ്പെടുന്നു. നീരാവിയാണെങ്കിൽ ഗീസറുകൾ, ചൂട് നീരുറവകളിലാണ് കാണപ്പെടുന്നത്. ഭൂഗർഭജലം നമ്മൾ കിണർ, കുഴൽക്കിണർ, അതുപോലെ മറ്റ് ജലാശയങ്ങളിലൊക്കെ കാണുന്നതാണ് ഭൂഗർഭജലം. ഭൂമിയിലെ ആകെ സമുദ്രജലത്തിൻ്റെ അളവ് എത്രയാണ്? ആകെ ജലത്തിൽ എത്രയാണ് സമുദ്രജലം? 97% സമുദ്രജലമാണ്. ഭൂമിയിലെ ആകെ ജലത്തിൽ ശുദ്ധജലത്തിൻ്റെ അളവ് 3%. ഭൂമിയിലെ ശുദ്ധജലത്തിൽ മഞ്ഞുപാളികൾ കാണപ്പെടുന്നത് 69%. എന്നാൽ ഭൂഗർഭജലം 30%. അപ്പോൾ ഈ ഒരു പോയിൻ്റൊക്കെ, ഈ നമ്പേഴ്സൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. മഞ്ഞുപാളികൾ 69%, ഭൂഗർഭജലത്തിൽ 30%. ഭൂമിയിലെ ശുദ്ധജലത്തിൽ കായലുകളും നദികളും കുളങ്ങളും ഉൾപ്പെടെയുള്ള ജലാശയങ്ങളിൽ കാണപ്പെടുന്നത് 0.3%. അപ്പം ജലാശയങ്ങൾ എന്ന് പറയുമ്പോൾ ഇത്രയും കുറവ് ശതമാനം മാത്രമേ ഉള്ളൂ. സമുദ്രഭാഗമാണ് ഏറ്റവും കൂടുതൽ. നദികളും കായലും കുളങ്ങളും 0.3%. സമുദ്രജലത്തിൽ നിന്ന് ശുദ്ധജലം വേർതിരിച്ചെടുക്കാൻ സഹായിക്കുന്ന മാർഗ്ഗമാണ് ഡിസ്റ്റിലേഷൻ അഥവാ സ്വേദനം. സ്വേദനം എന്നാണ് ഡിസ്റ്റിലേഷന് പറയുന്നത്. അപ്പം സോഡിയം ക്ലോറൈഡൊക്കെ മാറ്റിയെടുത്ത് നമ്മൾ ജലം വേർതിരിച്ചെടുക്കുന്നു, അങ്ങനെ ഉപയോഗിക്കുന്നു. ഗൾഫ് കൺട്രീസിലൊക്കെ കൂടുതലായിട്ട് ഡിസ്റ്റിലേഷനാണ് നടക്കുന്നത്. ജലാശയങ്ങൾ മലിനീകരിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ: പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതിലൂടെ, രാസവസ്തുക്കൾ ഒഴുകിയെത്തുന്നതിലൂടെ, രാസകീടനാശിനികളുടെ അമിത ഉപയോഗം, മലിനജലം ഒഴുക്കിവിടുന്നു, അറവുശാലകളിലെ മാലിന്യങ്ങൾ മണ്ണിലും ജലാശയങ്ങളിലും നിക്ഷേപിക്കുന്നത്, വ്യവസായശാലകളിലെ മാലിന്യങ്ങൾ ജലാശയങ്ങളിലേക്ക് ഒഴുക്കിവിടുന്നത്. അപ്പോൾ ചാലിയാർ പ്രക്ഷോഭത്തിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. വ്യവസായശാലകളിലെ മാലിന്യങ്ങൾ മിക്ക ജലാശയങ്ങളുടെ അടുത്ത് ഫാക്ടറികളുണ്ടാവും. അപ്പോൾ അവർ രാസവസ്തുക്കളൊക്കെ നേരെ ജലാശയങ്ങളിലേക്ക് തന്നെ ഒഴുക്കിവിടും. കുടിവെള്ളത്തിന് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ്? തെളിഞ്ഞ ജലമായിരിക്കണം, അതുപോലെ നിറവും മണവും ഇല്ലാതിരിക്കുക, രോഗാണുക്കൾ ഇല്ലാതിരിക്കുക, അപകടകാരികളായ രാസവസ്തുക്കൾ ഇല്ലാതിരിക്കുക, അതുപോലെ ആസിഡ് ഗുണമോ ബേസ് ഗുണമോ ഇല്ലാതിരിക്കുക. അപ്പോൾ pH 7 ആയിട്ടുള്ള ശുദ്ധജലമായിരിക്കണം നമുക്ക് കുടിവെള്ളത്തിനായിട്ട് ഉപയോഗിക്കേണ്ടത്. ആസിഡോ ബേസോ ആവാൻ പാടില്ല. അടുത്തതായിട്ട് യൂട്രോഫിക്കേഷൻ എന്നൊരു പ്രതിഭാസമാണ് അവിടെ പറയുന്നത്. എന്താണ് യൂട്രോഫിക്കേഷൻ? നൈട്രജൻ കലർന്ന രാസവളങ്ങളും മറ്റും ഒഴുകിയെത്തുന്ന ജലാശയങ്ങളിൽ ആൽഗ പോലുള്ള ജലസസ്യങ്ങളുടെ അമിത വളർച്ചയ്ക്ക് കാരണമാകുന്ന പ്രതിഭാസമാണ് യൂട്രോഫിക്കേഷൻ. അപ്പോൾ യൂട്രോഫിക്കേഷന് കാരണമാകുന്ന വാതകം ഏതാണ്? നൈട്രജനാണ്. അപ്പോൾ ആ ഒരു പോയിൻ്റ്, നൈട്രജനാണ് ഇതിന് കാരണമാകുന്നതെന്ന് ഓർത്ത് വയ്ക്കുക. അധിക പോഷക ഘടകങ്ങളാണ് ജലസസ്യങ്ങളുടെ അധിക വളർച്ചയ്ക്ക് കാരണമാകുന്നത്. അപ്പോൾ അധികമായിട്ട് പോഷകം കിട്ടുമ്പോൾ നമ്മുടെ ജലോപരിതലത്തിലുള്ള ചെറിയ സസ്യങ്ങൾ, ആൽഗയും അതുപോലെ ഫൈറ്റോ പ്ലാങ്ക്ടണുകളൊക്കെ കൂടുതലായിട്ടും വളരുന്നു.
യൂട്രോഫിക്കേഷൻ കാരണം അമിതമായി വളരുന്ന സസ്യങ്ങൾ ജലത്തിലെ ഓക്സിജൻ അമിതമായി ഉപയോഗിക്കുന്നത് ജലത്തിലെ മറ്റ് സസ്യങ്ങളെയും ജന്തുക്കളെയും ബാധിക്കുകയും ജലത്തിലെ ആവാസ വ്യവസ്ഥയെ തകിടം മറിക്കുകയും ചെയ്യുന്നു. അപ്പോൾ എന്താണ്, ജലത്തിൽ അടങ്ങിയിരിക്കുന്ന ഓക്സിജൻ ആർക്കാണ് കൂടുതലും വേണ്ടത്? ശരിക്കും ജലാശയത്തിനുള്ളിൽ ജീവിക്കുന്ന മത്സ്യങ്ങൾക്കും അതുപോലെ മറ്റ് ജീവികൾക്കുമാണ് വേണ്ടത്. പക്ഷേ ഈ ജലസസ്യങ്ങൾ ഇങ്ങനെ വളരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് ഓക്സിജൻ കൂടുതലായിട്ട് ആവശ്യം വരികയും അങ്ങനെ മറ്റ് ആവാസ വ്യവസ്ഥകൾ നശിക്കാൻ തുടങ്ങുകയും ചെയ്യും. അടുത്തതായിട്ട് കുടിവെള്ളം ശുദ്ധീകരിക്കുന്നതിനുള്ള മാർഗ്ഗങ്ങൾ. അപ്പോൾ എന്തൊക്കെയാണ്? നമ്മൾ പുറത്തുനിന്നും കിട്ടിയ മലിനമായ ഒരു ജലം ശുദ്ധീകരിച്ചെടുക്കാനുള്ള മാർഗ്ഗങ്ങളാണ്. തിളപ്പിക്കൽ. കുറഞ്ഞത് 1 മിനിറ്റ് നേരമെങ്കിലും തിളപ്പിച്ചാൽ ജലത്തിലെ സൂക്ഷ്മജീവികൾ നശിക്കും. എന്നാൽ ജലത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള ഘടകങ്ങൾ നിലനിൽക്കും. അപ്പം സൂക്ഷ്മജീവികൾ നശിക്കുമെങ്കിലും അലിഞ്ഞു ചേർന്നിട്ടുള്ള ഘടകങ്ങൾ അവിടെ തന്നെ ഉണ്ടാകും. അരിക്കലാണ് അടുത്ത പ്രക്രിയ. ജലത്തിലുള്ള അലേയ മാലിന്യങ്ങളെ അരിപ്പകൾ ഉപയോഗിച്ച് വേർതിരിക്കുന്നു. എന്നാൽ സൂക്ഷ്മജീവികൾ ജലത്തിൽ ലയിച്ചു ചേർന്നിട്ടുള്ള ഘടകങ്ങൾ എന്നിവ നീക്കം ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ അരിക്കലിലൂടെ ഇതൊക്കെയാണ് നടക്കുന്നത്. അലേയമായ മാലിന്യങ്ങൾ അരിച്ചു നീക്കാൻ കഴിയുന്നു. അടിയിറക്കൽ. അടുത്തതായിട്ട് അടിയിറക്കലാണ്. ജലത്തിലുള്ള അലേയ മാലിന്യങ്ങളെ അടിയാൻ അനുവദിക്കുന്നു. മുകളിൽ തെളിയുന്ന ജലത്തെ വേർതിരിച്ച് ഉപയോഗിക്കാം. സൂക്ഷ്മജീവികൾ ജലത്തിൽ ലയിച്ചു ചേർന്നിട്ടുള്ള ഘടകങ്ങൾ എന്നിവയെ ഈ രീതി ഉപയോഗിച്ച് പൂർണ്ണമായും മാറ്റാൻ കഴിയില്ല. അടുത്തതായി ക്ലോറിനേഷൻ. ശരിയായ അളവിൽ ബ്ലീച്ചിങ് പൗഡർ ചേർത്താൽ ജലത്തിലെ സൂക്ഷ്മജീവികൾ നശിക്കും. എന്നാൽ ജലത്തിൽ ലയിച്ചു ചേർന്നിട്ടുള്ള ഘടകങ്ങളെ മാറ്റാൻ കഴിയില്ല. അടുത്തതായി ഡിസ്റ്റിലേഷൻ. നമ്മൾ പറഞ്ഞ സ്വേദനം. ജലം തിളപ്പിച്ച് നീരാവിയാക്കുകയും അതിനെ തണുപ്പിച്ച് ശുദ്ധജലം ശേഖരിക്കുകയും ചെയ്യുന്ന മാർഗമാണിത്. ഇങ്ങനെ ശേഖരിക്കുന്ന ശുദ്ധജലത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള ഘടകങ്ങൾ ഉണ്ടാകില്ല. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് എന്താണ്? ഡിസ്റ്റിലേഷനാണ് ഏറ്റവും നല്ല മാർഗം എന്നാണ്. അപ്പോൾ ആ ഒരു മാർഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോട്ട് ചെയ്ത് വെക്കുക. തിളപ്പിക്കൽ, അരിക്കൽ, അടിയിറക്കൽ, ക്ലോറിനേഷൻ, ഡിസ്റ്റിലേഷൻ. സൂക്ഷ്മജീവികളുടെ പ്രവർത്തന ഫലമായി വിഘടിച്ച് മണ്ണിൽ അലിഞ്ഞു ചേരുന്ന മാലിന്യങ്ങളാണ് ജൈവ മാലിന്യങ്ങൾ. അപ്പോൾ നമുക്ക് മാലിന്യങ്ങളെ പൊതുവായിട്ട് എങ്ങനെയൊക്കെ തരംതിരിക്കാം? ജൈവ മാലിന്യങ്ങളെന്നും അജൈവ മാലിന്യങ്ങളെന്നും തരംതിരിക്കാൻ കഴിയും. അപ്പോൾ ജൈവ മാലിന്യങ്ങൾ നമുക്ക് പൂർണ്ണമായിട്ടും മണ്ണിൽ അലിഞ്ഞു ചേരുന്നവയാണ്. അവയെ ഇല്ലാതാക്കാൻ നമുക്കൊന്നും എക്സ്ട്രാ ആയിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എക്സാമ്പിൾ എന്തൊക്കെയാണ്? പഴത്തൊലി, പച്ചക്കറി മാലിന്യങ്ങൾ, മത്സ്യമാംസ അവശിഷ്ടങ്ങൾ. അടുത്തതായിട്ട് അജൈവ മാലിന്യങ്ങൾ എന്താണ്? മണ്ണിലെ സൂക്ഷ്മജീവികൾക്ക് വിഘടിപ്പിക്കാൻ കഴിയാത്ത മാലിന്യങ്ങളാണിവ. പ്ലാസ്റ്റിക്, ചില്ല് കഷ്ണങ്ങൾ, ലോഹങ്ങൾ, തെർമോക്കോൾ, ഇലക്ട്രോണിക് മാലിന്യങ്ങൾ, കീടനാശിനികൾ ഇവയാണ് അതിന് ഉദാഹരണങ്ങൾ. വീടുകളിൽ ഉണ്ടാകുന്ന അപകടകരമായ മാലിന്യങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏതാണ്? CFL ലാമ്പുകൾ. CFL എന്താണ്? അതിൽ നിന്ന് മെർക്കുറി അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് CFL അപകടകരമായ മാലിന്യമാണ്. മൊബൈൽ ഫോൺ ബാറ്ററി, സ്ഫടിക കുപ്പികൾ, ബൾബുകൾ. അപ്പോൾ ഇതൊക്കെ അജൈവ മാലിന്യങ്ങളാണ്. മാലിന്യങ്ങളെ അവയുണ്ടാക്കുന്ന സ്ഥലത്ത് തന്നെ സംസ്കരിക്കുന്ന രീതിയാണ് ഉറവിട മാലിന്യ സംസ്കരണം. അപ്പോൾ മാലിന്യങ്ങൾ ഉണ്ടാകുന്നിടത്ത് തന്നെ സംസ്കരിക്കുന്നു. അതിനെ പറയുന്ന പേരാണ് ഉറവിട മാലിന്യ സംസ്കരണം. ജൈവ മാലിന്യങ്ങളെ സൂക്ഷ്മാണുക്കളുടെ സഹായത്തോടെ വിഘടിപ്പിച്ചുണ്ടാക്കുന്ന സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് സഹായകരമായ രാസ സംയുക്തങ്ങൾ ഏതൊക്കെയാണ്? നൈട്രേറ്റ്, ഫോസ്ഫേറ്റ്, സൾഫേറ്റ്. ഗാർഹിക തലത്തിൽ ജൈവ മാലിന്യ സംസ്കരണത്തിനുള്ള 3 രീതികൾ: മണ്ണിര കമ്പോസ്റ്റ്, വായു സമ്പർക്ക കമ്പോസ്റ്റിംഗ്, ജൈവവാതക നിർമ്മാണം. അപ്പോൾ ബയോഗ്യാസ് നമുക്കറിയാം, നമ്മൾ വേസ്റ്റൊക്കെ ഒരു ടാങ്കിലേക്ക് ശേഖരിക്കുന്നു. അതിനോടൊപ്പം ചാണകമൊക്കെ ചേർത്ത് അതിനെ നല്ല വാതകമാക്കി മാറ്റുന്നു. അപ്പോൾ ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിക്കുന്നതിലൂടെ ജൈവവാതക നിർമ്മാണം നടക്കുന്നു. അതുപോലെ നമുക്ക് ഇന്ധനം ലാഭിക്കാനും കഴിയുന്നു. വായു സമ്പർക്ക കമ്പോസ്റ്റിംഗ് എന്താണ്? വായുവിൻ്റെ പ്രസൻസിൽ നമ്മൾ മാലിന്യങ്ങളും അതുപോലെ അത് വിഘടിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നു. അങ്ങനെ കമ്പോസ്റ്റാക്കി മാറ്റുന്നു. മണ്ണിര കമ്പോസ്റ്റിംഗ് നമ്മൾക്ക് അറിയാം, മണ്ണിരയെ ഉപയോഗിച്ചുകൊണ്ട് കമ്പോസ്റ്റ് വളമാക്കിയിട്ട് മാറ്റുന്നു. മണ്ണിരകളെ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വളമാണ് മണ്ണിര കമ്പോസ്റ്റ്. മണ്ണിരയുടെ വിസർജ്യമാണ് വളമായി മാറുന്നത്. ബയോ കമ്പോസ്റ്റർ ബിന്നിൽ നടക്കുന്ന പ്രക്രിയ വായു സമ്പർക്ക കമ്പോസ്റ്റിംഗ് ആണ്. അപ്പോൾ ബയോ കമ്പോസ്റ്റർ ബിന്നിൽ നടക്കുന്ന പ്രക്രിയയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ വായു സമ്പർക്ക കമ്പോസ്റ്റിംഗ്. അപ്പോൾ ഓക്സിജൻ എന്തിനാ
ഓക്സിജൻ ഈ വിഘടനത്തിന് ആവശ്യമാണ്. അങ്ങനെയാണ് വായു സമ്പർക്ക കമ്പോസ്റ്റിംഗ് എന്നവിടെ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ മണ്ണിലെ കമ്പോസ്റ്റിങ്, അതുപോലെ ബയോഗ്യാസ് പ്ലാന്റ്, ഇതിൽ നിന്നൊക്കെ കിട്ടുന്ന വളം, ആ വളത്തിലൂടെ ലഭിക്കുന്ന രാസസംയുക്തങ്ങളാണ് നൈട്രേറ്റ്, ഫോസ്ഫേറ്റ്, സൾഫേറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ രാസവസ്തുക്കൾ ഇവ, നൈട്രേറ്റ്, ഫോസ്ഫേറ്റ്, സൾഫേറ്റ്. അപ്പം അവയാണ് സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് സഹായകമാകുന്ന ജൈവമാലിന്യത്തിലൂടെ കിട്ടുന്ന രാസവസ്തുക്കൾ. ഓക്സിജൻ്റെ അഭാവത്തിൽ മാലിന്യം സംസ്കരിച്ച് ഇന്ധനമാക്കി മാറ്റുവാൻ സാധിക്കുന്ന സംവിധാനമാണ് ബയോഗ്യാസ് പ്ലാന്റ്. അപ്പോൾ നമ്മൾ ഓക്സിജൻ്റെ സാന്നിധ്യത്തിൽ നേരത്തെ പറഞ്ഞു, വായു സമ്പർക്ക കമ്പോസ്റ്റിംഗ് പറഞ്ഞു. ഇത് ഓക്സിജൻ്റെ അഭാവത്തിലാണ്, മറ്റേത് ഓക്സിജൻ്റെ സാന്നിധ്യത്തിലാണ്. അപ്പോൾ ബയോഗ്യാസ് പ്ലാന്റിൽ ഓക്സിജൻ്റെ അഭാവമാണ് അവിടെ ഉള്ളത്. ബയോഗ്യാസ് പ്ലാന്റിൽ മാലിന്യ സംസ്കരണം നടക്കുന്നതിനോടൊപ്പം പാചകവാതകം ഉൽപ്പന്നമായി ലഭിക്കുകയും ചെയ്യുന്നു. അജൈവ മാലിന്യങ്ങൾ കുറയ്ക്കാൻ സ്വീകരിക്കുന്ന നടപടികളാണ് 3Rs: റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ. അപ്പോൾ ഇതിൻ്റെ എക്സ്പാൻഷൻ ഇതിനു മുന്നേ PSC ചോദിച്ചിട്ടുണ്ട്. 3R എന്തൊക്കെയാണ്? അപ്പം റീയൂസ് ആദ്യം കൊടുത്തിട്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുത്തിട്ടായിരുന്നു ഓപ്ഷൻസ് ഉണ്ടായിരുന്നത്. റീയൂസ്, റീസൈക്കിൾ, റെഡ്യൂസ് അങ്ങനെ മാറ്റി കൊടുത്തിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം നമ്മൾ ഈ ഒരു ഓർഡറിൽ തന്നെ നോട്ട് ചെയ്ത് വെക്കുക. റെഡ്യൂസ്, ആദ്യം ഉപയോഗം കുറച്ച് നോക്കുക. പിന്നെ റീയൂസ്, നമ്മൾ ഉപയോഗിച്ച സാധനം തന്നെ പുനരുപയോഗിക്കുക. അത് കഴിഞ്ഞ് റീസൈക്കിൾ, പുനഃചംക്രമണം ചെയ്ത് ഉപയോഗിക്കുക. നമ്മളൊരു പ്ലാസ്റ്റിക് കവർ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് ഉപയോഗം കുറയ്ക്കുക, തുണിസഞ്ചികൾ ഉപയോഗിക്കുക, അതുപോലെ മറ്റ് സംവിധാനങ്ങൾ കൊണ്ടുവരിക. അതിനുശേഷം അത് ഒരു പ്ലാസ്റ്റിക് കവർ നമ്മൾ വാങ്ങിച്ചു, അടുത്ത പ്രാവശ്യം അത് തന്നെ ഉപയോഗിക്കുക. അതാണ് പുനരുപയോഗം. അത് കഴിഞ്ഞിട്ടത് റീസൈക്കിൾ ചെയ്യുക, നല്ല രീതിയിൽ സംസ്കരിക്കുക. ഉപയോഗം പരമാവധി കുറയ്ക്കേണ്ട വസ്തുക്കളാണ് പ്ലാസ്റ്റിക് കപ്പുകൾ, പ്ലാസ്റ്റിക് തെർമോക്കോൾ പ്ലേറ്റുകൾ, അതുപോലെ മിനറൽ വാട്ടർ ബോട്ടിൽ. അപ്പോൾ ഇതൊക്കെ നല്ലവണ്ണം കുറയ്ക്കേണ്ട വസ്തുക്കളാണ്. പുനരുപയോഗിക്കേണ്ട വസ്തുക്കൾക്ക് ഉദാഹരണങ്ങൾ പ്ലാസ്റ്റിക് സഞ്ചികൾ, പ്ലാസ്റ്റിക് ഭരണികൾ, പ്ലാസ്റ്റിക് പാത്രങ്ങൾ. അപ്പോൾ ഇതൊക്കെ പുനരുപയോഗിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കുക. പുനഃചംക്രമണം ചെയ്യാവുന്ന വസ്തുക്കൾ ഉദാഹരണങ്ങൾ ലോഹനിർമ്മിത വസ്തുക്കൾ, പ്ലാസ്റ്റിക് വസ്തുക്കൾ. അപ്പോൾ ഇതാണ് പുനഃചംക്രമണം ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നവ. അജൈവ മാലിന്യങ്ങളെ സംസ്കരണ കേന്ദ്രങ്ങളിൽ എത്തിക്കുന്നതിന് പഞ്ചായത്തുകളുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കൂട്ടായ്മയാണ് ഹരിത കർമ്മസേന. അപ്പോൾ ആ ഒരു പോയിന്റ് നമുക്കറിയുന്നതാണ്, എന്നാലും നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഹരിത കർമ്മസേനയുടെ എന്താണ് ധർമ്മം? അജൈവ മാലിന്യങ്ങൾ സംസ്കരണ കേന്ദ്രങ്ങളിൽ എത്തിക്കാൻ വേണ്ടി പഞ്ചായത്ത് തലത്തിൽ പ്രവർത്തിക്കുന്ന കൂട്ടായ്മയാണ് ഹരിത കർമ്മസേന. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളാണ്, പക്ഷേ വൺ വേർഡ് ആയിട്ടും അതുപോലെ കുറച്ച് പ്രസ്താവന രീതിയിലൊക്കെ ചോദിക്കാൻ പറ്റുന്ന പോയിൻറ്സും ഒക്കെ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ യൂട്രോഫിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഈ ശുദ്ധജലത്തിൻ്റെയും മഞ്ഞുപാളികളുടെയൊക്കെ അളവ് എത്ര പെർസെൻറ്റേജ് ആണ് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഈ ഒരു ബോക്സ് പുതിയതായിട്ട് കൊടുത്തിരിക്കുന്നതാണ്, അപ്പോൾ നമ്മളൊന്ന് നോട്ട് ചെയ്യുക. പൊടിപടലങ്ങൾ, നിർമ്മാണ പ്രവർത്തനങ്ങൾ, അതിലൂടെയാണ് കൂടുതലായും വായുമലിനീകരണം ഉണ്ടാകുന്നത് 45%. അതുപോലെ മറ്റു കാര്യങ്ങളും ശതമാനത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത ചാപ്റ്ററായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.